നമസ്കാരം SCV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തലിന് സംരക്ഷണ വലയം തീർക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടി. കൊല്ലത്തുണ്ടായ ദേശീയപാത തകർച്ച കേരളത്തിന്റെ തലയിൽ ഇടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും ദേശീയപാതയുടെ മുഴുവൻ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് NHA ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് പുറത്താക്കിയത് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതിനാലാണെന്ന് മന്ത്രി കെ രാജൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനാവശ്യമായ EVM മെഷീൻ കമ്മീഷനിംഗ് നടപടിക്രമങ്ങൾ ശനിയാഴ്ച പൂർത്തിയായി. സ്ട്രോങ് റൂമിൽ എത്തിച്ച EVM മെഷീനുകൾ ഇനി പോലീസിന്റെ കാവലിൽ. പുതുക്കി നിശ്ചയിച്ച വോട്ടർ പട്ടികയിൽ ഇത്തവണ പാലക്കാട് ജില്ലയിൽ 22,33,390 വോട്ടർമാർ, 11,51,562 പുരുഷ വോട്ടർമാരും 12,81,805 സ്ത്രീ വോട്ടർമാരും. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് പാലക്കാടും പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അൽനല്ലൂരും പഞ്ചായത്തും. കേരളത്തിൽ PMC LDF നടപ്പാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് സംബന്ധിച്ച് CPM-നും CPI-ക്കും വ്യത്യസ്ത നിലപാടുകളില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നതാണ് LDF-ന്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം. മുൻപ് ഉണ്ടായതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF-നുണ്ടാകും. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ഒരു ദിനമാണ് ഡിസംബർ 6 എന്നും ബിനോയ് വിശ്വം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തലിന് സംരക്ഷണ വലയം തീർക്കുന്നത് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കൊല്ലത്തുണ്ടായ ദേശീയപാതയുടെ തകർച്ച കേരളത്തിൻ്റെ തലയിൽ ഇടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും ദേശീയപാതയുടെ മുഴുവൻ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് NHA ആണെന്നും തൃശ്ശൂർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട യാതൊരു സമീപനവും സ്വീകരിക്കേണ്ടതായിട്ടില്ല. കാരണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുക എന്നത് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. പക്ഷേ പോലീസിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്നതിന് വേണ്ടിയുള്ള രക്ഷാവലയം കോൺഗ്രസ് തന്നെ തീർത്തിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലാക്കുന്ന കാര്യം. ഇപ്പം നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെൻറ് പള്ളിക്കിടാം എന്നൊരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പുതുക്കി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ ഇത്തവണ 24,33,390 വോട്ടർമാർ, 11,81,562 പുരുഷന്മാരും 12,81,805 സ്ത്രീ വോട്ടർമാരുമാണുള്ളത്. 23 ട്രാൻസ്ജെൻഡേഴ്സും 87 പ്രവാസി വോട്ടർമാരുമുണ്ട്. പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് അൽനല്ലൂരിൽ 46,096 പേരാണ്. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ പാലക്കാട്ടാണ്. ജില്ലയിൽ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ളത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലാണ്. 46,096 വോട്ടർമാരാണുള്ളത്. കുറവ് വോട്ടർമാരുള്ളത് നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്തിലാണ്, 4,018 പേർ. മുനിസിപ്പാലിറ്റികളിൽ 1,18,759 വോട്ടർമാരായി പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ് മുന്നിലുള്ളത്. പട്ടാമ്പി മുനിസിപ്പാലിറ്റിയാണ് ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത്, 24,305. പുതുക്കിയ വോട്ടർ പട്ടിക അതത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ പക്കൽ പരിശോധനയ്ക്ക് ലഭ്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഷൊർണൂരിൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിനാവശ്യമായ EVM മെഷീൻ കമ്മീഷനിംഗ് നടപടിക്രമങ്ങൾ പൂർത്തിയായി. കമ്മീഷനിംഗ് നടത്തിയ 35 EVM മെഷീനുകളും സ്ട്രോങ് റൂമിൽ എത്തിച്ചു. ഇനി 10 രാവിലെ EVM വിതരണം ചെയ്യും. ഷൊർണൂർ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നടപടിക്രമങ്ങൾക്കാവശ്യമായ EVM മെഷീനുകളുടെ കമ്മീഷനിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കി. ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശനിയാഴ്ച രാവിലെ മുതൽക്കാണ് റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിൻ്റെ നേതൃത്വത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. സ്ഥാനാർത്ഥി നിർദ്ദേശിച്ച പോളിംഗ് ഏജന്റുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് റിട്ടേണിംഗ് ഓഫീസറും ജീവനക്കാരും EVM മെഷീനുകൾ കമ്മീഷനിംഗ് നടത്തിയത്. 35 വാർഡുകളിലെ 35 ബൂത്തുകളിലേക്കുള്ള 35 EVM മെഷീനുകളാണ് കമ്മീഷനിംഗ് നടത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം EVM മെഷീനുകൾ സ്ട്രോങ് റൂമിലേക്ക് എത്തിച്ചു. ഇനി സ്ട്രോങ് റൂം പോലീസ് കാവലിലാണ്. ഡിസംബർ 10 രാവിലെ
10 മണിക്ക് EVM മെഷീനുകൾ വിതരണം ചെയ്യും. സ്ട്രോങ് റൂം, വോട്ടെണ്ണൽ കേന്ദ്രം എന്നിവ ഷൊർണൂർ സെൻറ് തെരേസസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തന്നെയാണ്. ഒരു ബൂത്തും ഇവിടെ പ്രവർത്തിക്കും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. കേരളത്തിൽ PMC LDF നടപ്പാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് സംബന്ധിച്ച് CPM-നും CPI-ക്കും വ്യത്യസ്ത നിലപാടുകളില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നത് തന്നെയാണ് LDF-ൻ്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞു. LDF മുന്നണിക്ക് ഒരു നിലപാടാണുള്ളത്. PMC കേരളത്തിൽ LDF നടപ്പാക്കില്ല. ഇത് സംബന്ധിച്ച് CPM-നും CPI-ക്കും വ്യത്യസ്ത നിലപാടില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. PMC-യിൽ CPI CPM ചർച്ചകൾ നടന്നു കഴിഞ്ഞു. CPI-ക്കും CPM-നും PMC വിഷയത്തിൽ രണ്ടഭിപ്രായങ്ങളില്ല. ഒരഭിപ്രായമാണ് PMC സംബന്ധമായതൊന്നും LDF സർക്കാർ ചെയ്യില്ല എന്ന് LDF തീരുമാനിച്ചിട്ടുണ്ട്, CPM തീരുമാനിച്ചിട്ടുണ്ട്. CPI-ക്കും അറിയാം, എല്ലാ LDF ഘടകങ്ങൾക്കും അറിയാം കേരളത്തിൽ PMC നടപ്പിലാക്കില്ല. എന്തുകൊണ്ടെന്നാൽ PMC-യുടെ ആത്മാവ് NEP-യാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് LDF-ൻ്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ദിനമാണ് ഡിസംബർ 6. അന്നാണ് ബാബറി മസ്ജിദ് തകർത്തത്. മതേതര സംസ്കൃതിയാണ്, അടിത്തറയാണ് അന്ന് തകർന്നു വീണതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മുൻപ് ഉണ്ടായതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF മുന്നണിക്ക് ഉണ്ടാകും. LDF മുന്നണിക്ക് അനുകൂലമായ അന്തരീക്ഷമാണുള്ളതെന്നും ബിനോയ് വിശ്വം തൃശ്ശൂരിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറ്റൊരു നിവൃത്തിയുമില്ലാത്തത് കാരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പുറത്താക്കിയതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കോടതി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞിരിക്കുകയാണ്. അവസാന നിമിഷം വരെ പീഡനത്തിൽ പ്രതിയാണെന്ന് ബോധ്യപ്പെടുന്ന ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ജനപ്രതിനിധിയെ സംരക്ഷിച്ചു എന്നതിൻ്റെ ചരിത്രത്തിലായിരിക്കും കോൺഗ്രസിനെ രേഖപ്പെടുത്തുകയെന്നും മന്ത്രി പറഞ്ഞു. കുന്നംകുളം മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കെ രാജൻ. ഇക്കാര്യത്തിൽ ഒരു ജനപ്രതിനിധി എന്തായിക്കൂടാ എന്നുള്ളതിൻ്റെ വളരെ വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കോടതി തന്നെ കുറ്റക്കാരനാണ് എന്ന് വരികൾക്കിടയിലൂടെ പറഞ്ഞു വെച്ചിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. 9 ദിവസം കഴിഞ്ഞിട്ടും വളരെ ബോധപൂർവം അധികാര കേന്ദ്രങ്ങളെ കബളിപ്പിച്ചു പോകുന്ന ഒരാൾ കേരളത്തിൻ്റെ നിയമസഭാംഗം എന്ന നിലയിൽ തുടരുന്നത് തീർത്തും ശരിയല്ലാത്ത ഒരു നടപടിക്രമമാണ്. ഒരുപക്ഷെ ഇത്രമാത്രം സ്വന്തം പാർട്ടിയുടെ പ്രതിനിധികളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാക്കി, പാർട്ടി നേതാക്കളെ പോലും, തങ്ങൾക്കെതിരായി പറയുന്ന എല്ലാ പാർട്ടി നേതാക്കളെ പോലും സൈബർ ആക്രമണത്തിന് വിധേയമാകുന്ന ഒരു സംഘത്തെ കൂട്ടി വളരെ അഹങ്കാരത്തോടു കൂടി ഒരു ജനപ്രതിനിധിയും ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലുള്ള നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മരുന്ന് വ്യാപാര സ്ഥാപനങ്ങളിൽ ഓപ്പറേഷൻ ഡബിൾ ചെക്ക് എന്ന പേരിൽ നടത്തിയ പരിശോധനയെ സ്വാഗതം ചെയ്യുന്നതായി ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷൻ. മരുന്നുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പൊതുജനം ബോധവാന്മാരാകണമെന്നും അസോസിയേഷൻ പ്രസിഡന്റ് C. കൃഷ്ണകുമാർ പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. GST നടപ്പിലായതോടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഗുണനിലവാരമില്ലാത്തതും കാലാവധി കഴിഞ്ഞതുമായ മരുന്നുകൾ കേരളത്തിലെത്തുന്നുണ്ടെന്നും അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണദാസ് പറഞ്ഞു. GST-യിലെ പഴുതുകൾ മുതലെടുത്താണ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വ്യാജമരുന്നുകൾ കേരളത്തിലെത്തുന്നത്. അംഗീകൃത മരുന്ന് കമ്പനിയുടെ പേരും ചിഹ്നവും വ്യാജമായി ഉപയോഗിച്ചാണ് വ്യാജമരുന്ന് നിർമ്മാണം. സർക്കാർ അംഗീകരിച്ച ലാഭവിഹിതത്തിൽ കൂടുതൽ ലാഭമെടുക്കുന്നതും അമിത വിലക്കുറവിൽ മരുന്ന് വിൽപ്പന നടത്തുന്ന മരുന്ന് ഷോപ്പുകളിലും തുടരെയുള്ള പരിശോധന ആവശ്യമാണ്. മരുന്ന് ഉൽപ്പാദന വിപണന മേഖലകളിലും പരിശോധന സംവിധാനങ്ങളും സർക്കാർ ഇടപെടൽ നിരന്തരം ഉണ്ടാകണം. പാലക്കാട് പിടിച്ചെടുത്ത കേരള മെഡിക്കൽ കോർപ്പറേഷൻ വിതരണം ചെയ്ത മരുന്നുകൾ ഗുണനിലവാരമില്ലാത്തതായിരുന്നു. പൊതുജനം QR കോഡ് പരിശോധിച്ച് മരുന്ന് വാങ്ങിച്ചാൽ ഒരു പരിധിവരെ വഞ്ചനയിൽ നിന്നും ഒഴിവാകാൻ കഴിയും. ഡ്രഗ്സ് കൺട്രോൾ ഇൻസ്പെക്ടർമാരുടെ കുറവും വാഹനമില്ലായ്മയും പരിശോധനയെ ബാധിക്കുന്നുണ്ടെന്നും കൃഷ്ണദാസ് പറഞ്ഞു. കഴിഞ്ഞ ഒരു പ്രാവശ്യം സെറോഫ്ലോയുടെ ഒരു ബാച്ച് 30 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്പ്യൂരിയസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ വ്യാജ മരുന്ന്, ഡ്യൂപ്ലിക്കേറ്റഡ് ഉണ്ടായിട്ടുള്ള ഒരു മരുന്ന് പിടിക്കുകയും അതിൽ വലിയ ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്തു. അത് സപ്ലൈ ചെയ്യപ്പെട്ടത് തിരുവനന്തപുരത്തുള്ള ഒരു ആശ്വാസ് ഫാർമയിലേക്കാണ്. ആശ്വാസ് ഫാർമ എന്ന് പറഞ്ഞത് തിരുവനന്തപുരത്തുള്ള ഒരു വലിയ ചെയിനാണ്, റീറ്റെയിൽ ശൃംഖലയാണ്. ഒരു 10-400ഓളം ബ്രാഞ്ചുള്ള ഒരു ശൃംഖലയാണ്. അവർ ആക്ച്വലി സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. ആക്ച്വലി സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുമ്പോൾ സിപ്ലയുടെ ഒറിജിനൽ ഡിസ്ട്രിബ്യൂട്ടറാണത്. അവർക്ക് സിപ്ലയിൽ നിന്ന് മരുന്ന് എടുക്കാവുന്നതേ ഉള്ളൂ. അവർ പക്ഷേ ഈ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് സിപ്ലയുടെ ഡിസ്ട്രിബ്യൂട്ടർ അല്ലാത്ത തൃശ്ശൂരുള്ള ഒരു മെഡ്വേൾഡ് ഫാർമ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്ന് മരുന്ന് വാങ്ങിയിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. സെക്രട്ടറി പ്രദീപ് AK, സംസ്ഥാന കമ്മിറ്റി അംഗം ദിലീപ് കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം മോഹൻദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നെടുമ്പുര യൂണിറ്റ് കൺവെൻഷൻ ചെറുതുരുത്തിയിൽ നടന്നു. AKTA തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷൈബി ഡൈസൺ ഉദ്ഘാടനം ചെയ്തു. പിന്നെ അത് 50 രൂപയാക്കി മാറ്റി. ഇപ്പോൾ നമുക്ക് ഒരു അംഗം മരിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് 42,000 രൂപയും പ്ലസ് നമ്മൾ ഇതുവരെ അടച്ച പൈസയും കൂടി നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിലുള്ള മുഴുവൻ ആളുകൾക്കും തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിൽ അംഗത്വം സ്വീകരിക്കണമെങ്കിൽ പലരും നമ്മളോട് ചോദിക്കും, നമ്മൾ ഇതിൽ വന്നതുകൊണ്ട് നമുക്ക് എന്ത് ഉപകാരമാണ് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. 60 വയസ്സാകുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അപേക്ഷയുമായി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. യൂണിറ്റ് പ്രസിഡന്റ് AP സൗദാമിനി അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി KV രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെക്രട്ടറി MT രമ്യ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് ട്രഷറർ TN രാധ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് KK ശശിധരൻ, ഏരിയ ട്രഷറർ CR ബിന്ദു, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ M ദാമോദരൻ, MM ഖദീജ, C രതി തുടങ്ങിയവർ സംസാരിച്ചു. T രുക്മിണി സ്വാഗതവും M രാധ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2025-26 വർഷത്തിൽ ഉൾപ്പെടുത്തി തൃശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയും വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെയും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന പൈങ്കുളം റോഡ്, 1-ാം മൈലിന് സമീപമുള്ള ഇറിഗേഷൻ്റെ കനാൽ റോഡ് കോൺക്രീറ്റ് വർക്കുകൾ പുരോഗമിക്കുകയാണ്. നാട്ടുകാരുടെ ചിരകാല സ്വപ്നമാണ് റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ നടപ്പിലാകുന്നത്. 2 മീറ്റർ വീതിയിലാണ് റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത്. നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി സൈറ്റ് എഞ്ചിനീയറും മറ്റു ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ഗണേശഗിരി മഹാഗണപതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടിയേറി. താന്ത്രിക പൂജകൾക്ക് ശേഷം ശനിയാഴ്ച രാവിലെയായിരുന്നു കൊടിയേറ്റ ചടങ്ങ്. ഞായറാഴ്ച രാവിലെ പൊങ്കാല സമർപ്പണവും നടക്കും. ഷൊർണൂർ ഗണേശഗിരി മഹാഗണപതി ക്ഷേത്രത്തിൽ കൊടിയേറ്റത്തിന് മുന്നോടിയായി ശനിയാഴ്ച രാവിലെ നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം, ഉഷപൂജ, അഭിഷേക പൂജ എന്നിവ നടന്നു. മറ്റു താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം കൊടിയേറ്റവും ഉണ്ടായി. ക്ഷേത്രം തന്ത്രി വൈഗാനസ ഭഗവത്, ബ്രഹ്മശ്രീ GN രാമഗോവിന്ദ ഭട്ടാചാര്യ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു കൊടിയേറ്റ ചടങ്ങ് നടന്നത്. നിരവധി ഭക്തജനങ്ങൾ സന്നിധരായിരുന്നു. വൈകിട്ട് സഹസ്രനാമാർച്ചന, വിശേഷാൽ പൂജകൾ, ദീപാരാധന, പ്രസാദ വിതരണവുമുണ്ടായി. മഹോത്സവത്തിൻ്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ പൊങ്കാല സമർപ്പണവും ഉണ്ടായിരിക്കും. 14 ഞായറാഴ്ച 2025 വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് സെൻ്റർ, ഷൊർണൂർ. ദേശമംഗലത്തെ 13ാമത് ദേശവിളക്കിന് തുടക്കമായി ഗണപതി ഹോമത്തോടു കൂടിയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് അയ്യപ്പൻ്റെയും ബാവരുടെയും മാളികപ്പുറത്ത് അമ്മയുടെയും കുടിവെപ്പ് കർമ്മം നടന്നു. ഉച്ചയ്ക്ക് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. ഇത് ദേശമംഗലത്തെ ഏറ്റവും വലിയ ദേശവിളക്കായിട്ടാണ് ഇത് ഞങ്ങൾ കൊണ്ടാടുന്നത്. കൂടാതെ ഇതിനോടനുബന്ധിച്ച് രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം അന്നദാനം നടത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ ദേശത്തെ ജാതിമത വ്യത്യാസമില്ലാതെ നാനാജനങ്ങളും ഇതിൽ പങ്കാളികളാവാറുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാഹുൽ മാങ്കൂട്ടത്തലിന് സംരക്ഷണ വലയം തീർക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞത് സ്വാഭാവിക നടപടി. കൊല്ലത്തുണ്ടായ ദേശീയപാത തകർച്ച കേരളത്തിന്റെ തലയിൽ ഇടാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും ദേശീയപാതയുടെ മുഴുവൻ കാര്യങ്ങളും നിശ്ചയിക്കുന്നത് NHA ആണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസ് പുറത്താക്കിയത് മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതിനാലാണെന്ന് മന്ത്രി K രാജൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടിങ്ങിനാവശ്യമായ EVM മെഷീൻ കമ്മീഷനിംഗ് നടപടിക്രമങ്ങൾ ശനിയാഴ്ച പൂർത്തിയായി. സ്ട്രോങ് റൂമിൽ എത്തിച്ച EVM മെഷീനുകൾ ഇനി പോലീസിന്റെ കാവലിൽ. പുതുക്കി നിശ്ചയിച്ച വോട്ടർ പട്ടികയിൽ ഇത്തവണ പാലക്കാട് ജില്ലയിൽ 22,33,390 വോട്ടർമാർ, 11,51,562 പുരുഷ വോട്ടർമാരും 12,81,805 സ്ത്രീ വോട്ടർമാരും. മുനിസിപ്പാലിറ്റികളിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് പാലക്കാടും പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാർ അൽനല്ലൂരും പഞ്ചായത്തും. കേരളത്തിൽ PMC LDF നടപ്പാക്കില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇത് സംബന്ധിച്ച് CPM-നും CPI-ക്കും വ്യത്യസ്ത നിലപാടുകളില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നതാണ് LDF-ന്റെയും CPI-യുടെയും നയമെന്നും ബിനോയ് വിശ്വം.
മുൻപ് ഉണ്ടായതിനേക്കാൾ വലിയ വിജയം ഇത്തവണ LDF-നുണ്ടാകും. ഇന്ത്യ മറക്കാൻ പാടില്ലാത്ത ഒരു ദിനമാണ് ഡിസംബർ 6 എന്നും ബിനോയ് വിശ്വം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9-ന്. നന്ദി, നമസ്കാരം.